അത് ബോയ്സിനൊന്നും ഇല്ലാത്തത് ഒരു ഇതല്ലേ, വിവേചനല്ലേ? ഗേൾസിന് മാത്രം, ബോയ്സിന് ഗേൾസിന് വേറെ വേറെ ആയിട്ട്. വനിതകൾക്ക് അത് കിട്ടുന്നത് നല്ല കാര്യമല്ലേ? പിന്നെ വനിതകൾക്ക് മാത്രമല്ല, അത് അർഹിക്കുന്ന പലർക്കും അത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. വനിതകൾക്ക് മാത്രമല്ലല്ലോ ഇത് വേണ്ടത്, അത് അർഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ എന്താ വയ്യാത്ത വൃദ്ധരുണ്ട്, ഈ എത്രയോ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അത് അങ്ങോട്ട് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സീരിയസ്ലി, വനിതകൾക്ക് മാത്രമല്ല, അത് അർഹിക്കുന്ന പലർക്കും ഉണ്ട്. അപ്പം അവർക്കാണ് ഇത് കുറച്ചുകൂടെ വേണ്ടതെന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പൊ സ്ത്രീകൾക്ക് മാത്രമെന്നല്ല, അല്ലാണ്ട് പുരുഷന്മാർക്കും കൂടെ കുറച്ച് അർഹിക്കുന്നവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സ്ത്രീകൾക്ക് എന്നല്ലാതെ നല്ല പ്രായമായ മനുഷ്യരില്ലേ, അതായത് ഒരു 65 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 60 വയസ്സിന് മേലോട്ടുള്ളവർക്കും കൂടി ഇത് കൊടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അതായത് വൃദ്ധകൾക്ക്. അല്ലാതെ അതിനകത്ത് ഈ പുരുഷൻ സ്ത്രീ എന്നുള്ള വേർതിരിവ് വേണ്ടല്ലോ, രണ്ടുപേർക്കും തുല്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി. കിട്ടിയാൽ സന്തോഷമുണ്ട്, അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ സന്തോഷമാണ്. സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാ ബസ്സിലും വരുവാണെങ്കിൽ നല്ല കാര്യമായിരുന്നു. ഇത് കുട്ടികൾക്ക് കൂടി ആയാലും കുറച്ചുകൂടെ നന്നാവും. ഓൽക്ക് ഈ ബസ്സിൽ കയറാൻ സ്കൂളിൽ പോണ കുട്ടികൾക്ക് നല്ലതായിരുന്നു അങ്ങനെ ബസ് സൗജന്യമാണെങ്കിൽ. വിദ്യാർത്ഥികൾ ഇത് ഫ്രീ ആണ് വെച്ചിട്ട് ഓല് കയറ്റണില്ല. ബസ് 5 റുപ്യൊക്കെയാണ് സീറ്റ് ആയിട്ടും അധികം എല്ലാവരും കയറ്റണില്ല. പിന്നെ ഭയങ്കര ഇതാണ്, ഓല് ഒരു ഇത് കാണിക്കാണ് അവിടെ. ആദ്യം മുതിർന്ന ആൾക്കാരോട് കയറാൻ പറഞ്ഞിട്ട് പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ കയറ്റുക. സീറ്റ് ഉണ്ടെങ്കിൽ ഇനി അഥവാ ഞങ്ങൾ ഇരിക്കുകയാണെങ്കിൽ തന്നെ എന്താ നീച്ചിക്കാൻ പറഞ്ഞാണ്ട് അങ്ങനെ ബാക്കിയുള്ളവരെ ഇതാക്കുക. KSRTCയിൽ പിന്നെ സ്കൂൾക്ക് അങ്ങനെ പറ്റുണ്ടാവില്ല, വിദ്യാർത്ഥികൾക്കൊക്കെ കുറച്ചും കൂടി നന്നായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.